അസ്സലാമലൈക്കും. ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അൽഹംദുലില്ലാഹ്. ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു ബ്ലോഗ് ആക്കിയാലോ? വീട്ടിലെ ഗാർഡനിലെ കുറച്ച് പൂക്കളൊക്കെ നമുക്ക് കാണാം, പിന്നെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം. ഇതിൻ്റെ നല്ല മഴയുള്ള സമയത്താണ് കേട്ടോ ഇത് വീഡിയോ എടുക്കുന്നത്. നല്ല മഴയുണ്ട്, നല്ല സൂപ്പർ പൂവല്ലേ, എന്ത് രസമല്ലേ എന്നൊക്കെ. ഒരു കുഞ്ഞു ചട്ടിയിലാട്ടോ ഞാൻ വെച്ചേക്കുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി പൂക്കളുണ്ടാവും ഈ ചെടിയിലാട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഒരു 3-4 ദിവസത്തെ ലൈഫും ഈ പൂവിനുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടോ, ഒരു കുഞ്ഞൻ ചട്ടിയാണ് കേട്ടോ. വീട്ടിൽ കുറേ ചെടികളുണ്ട്, ചെന്നിട്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല. അത് കാരണം എല്ലാം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഒരു ബട്ടർഫ്ലൈ ഇരുന്നത് കണ്ടോ ആരേലും? ഇതൊരു കുഞ്ഞ് ചെടിച്ചട്ടിയിലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഒരുപാട് സ്പേസ് ഒന്നുമില്ല. പിന്നെ ഇന്നലെയൊക്കെയാണെങ്കിൽ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുവന്നു, അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഞാൻ അച്ചാറിട്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ടോ. റെസിപ്പി വേണ്ടവർ ചോദിക്ക്, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാവേ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല തുഗ്രൻ ടേസ്റ്റായിരുന്നു. പുളിയും മധുരവും എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അങ്ങനെ എന്തുവാ, എല്ലാം അവിടെ മഴയൊക്കെ ഉണ്ടോ? അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഒരു വ്ളോഗാക്കിയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇത് വെണ്ടയ്ക്ക കേട്ടോ. ആരെങ്കിലും വെണ്ടയുടെ പൂക്കൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പൂവൊക്കെ കാണുന്നത്. വെണ്ടയ്ക്ക കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇത് നാടനാണ് കേട്ടോ. നല്ല അത്യുഗ്രൻ നാടൻ വെണ്ടയ്ക്ക, നമ്മൾ മേടിക്കുന്ന സാധനമേ അല്ല കേട്ടോ. ഇത് സൂപ്പർ, എന്താ പറയുക, നല്ല നാടനാണ്. നല്ല വൈറ്റ് കളറാണ് കേട്ടോ ഈ വെണ്ടയ്ക്ക. നമ്മൾ സാധാരണ വാങ്ങുന്ന പച്ചയൊക്കെ അല്ലേ. ഇതെൻ്റെ വീട്ടിലെ കുറച്ച് ജാസ്മിനും മറ്റേ ഫാഷൻ ഫ്രൂട്ടും ഒക്കെയാണ്. അതിൽ 2-3 ഇതിൽ കുറേ പൂക്കൾ എപ്പോഴും വരും. ഇതിൽ നിന്നാണ് ഞാനെടുത്ത് ചായ ഇടുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ജാസ്മിൻ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പൂവിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. ഇത് ഈ ചെടിയിൽ നിന്ന് കിട്ടും കുറച്ച്, എപ്പോഴും ഡെയിലി ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ വെട്ടി വെട്ടി അങ്ങനെ വിട്ടു കൊടുക്കും കേട്ടോ, സമയം കിട്ടുമ്പോഴൊക്കെ. ഞാനിതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല, എല്ലാം ഇക്കയുടെ കൈകളിലാണ്. ഇക്കാണ് ഇതൊക്കെ നോക്കുന്നത്, എനിക്കിതിനൊന്നും താല്പര്യമില്ല. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഒരു പംകിൻ, ഒരു മത്തങ്ങയുടെ വള്ളിയൊക്കെ പോയി കിടപ്പുണ്ട് കേട്ടോ. അതിൽ നിന്ന് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വരെ വീഡിയോ കാണണേ, അപ്പോൾ അതിൽ കാണാൻ പറ്റും. അപ്പോൾ മത്തങ്ങയുടെ ഇത് വാട്ടർമെലൻ്റെ ഒരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ചെറിയ കുഞ്ഞു പൂക്കളൊക്കെയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. കാണാനൊക്കെ നല്ല രസമായിട്ടോ ഈ പൂക്കൾ. പക്ഷേ വീഡിയോയിൽ എനിക്ക് അത്ര ഭംഗി തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഇത് റിയലായിട്ട് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ പൂക്കൾ. ഇത് നമ്മുടെ 10 മണിയാണ് കേട്ടോ. അതിങ്ങനെ നിരത്തി ഞാൻ മതിലിൽ ഇഷ്ടംപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഞ്ഞ, പിങ്ക്, യെല്ലോ, വൈറ്റ്, എന്താ പറയണ, ബ്രെഡ്, കുറേ കളേഴ്സുണ്ട് കേട്ടോ. പിന്നെ ഇത് വീഡിയോസിൽ എത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. കുറേ ഉണ്ട്, പക്ഷേ കുറേയൊക്കെ ഇങ്ങനെ പട്ട് പോവും, വീണ്ടും വരും, പട്ട് പോവും. പക്ഷേ ഇത് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, ഇതൊക്കെ ഒരു ചട്ടികൾ മതിലിൻ്റെ പുറത്താണ് കേട്ടോ ഇരിക്കുന്നത്. അതാണ് അടുത്ത വീട്ടിൽ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞൻ മത്തങ്ങ.